സുബ്ഹാനല്ലാഹ്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ മക്കളുടെ വിഷയത്തിൽ വിഷമമാണ്. എന്റെ പ്രിയപ്പെട്ട മോമിനികളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല ഒരു അമല് ഞാൻ പറഞ്ഞു തരാം. ഈ മഹത്തായ അമലിൽ ഒരു കഷ്ണം പത്തിരി എടുത്തിട്ട് നിങ്ങൾ അതിനകത്ത് മന്ത്രിച്ച് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ഈ മഹത്തായ ഇസ്മ മന്ത്രിച്ചു കൊടുത്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ മക്കള് നല്ല മക്കളായി മാറുന്നതാണ്, അനുസരണ ഉള്ളവരായി മാറുന്നതാണ്. അതുപോലെ മക്കൾക്ക് അല്ലാഹു ബുദ്ധി നൽകുന്നതാണ്, അതുപോലെ മക്കൾക്ക് അല്ലാഹു അദബ് നൽകുന്നതാണ്. ഒരു മഹത്തായ ഇസ്മ ഒരൽപ്പ പത്തിരി എടുത്തിട്ട് നിങ്ങൾ മന്ത്രിച്ചു കൊടുത്തു നോക്ക്, ഇൻഷാ അല്ലാഹ് നമ്മളെ മക്കള് വലിയ വിജയമുള്ളവരാകുന്നതാണ്. അത് സ്കൂൾ തുറക്കുന്ന സമയത്താണെങ്കിലും ശരി, മദ്രസ തുറക്കുന്ന സമയത്താണെങ്കിലും ശരി, ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മക്കൾ സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും ഇൻഷാ അല്ലാഹ് നല്ലവണ്ണം പഠിച്ചു മിടുക്കന്മാരാകുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെയൊക്കെ നീ അലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, അവിടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അപ്പൊ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അല്ലാഹുവേ നീ ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്, അനുസരണയുള്ള മക്കളാക്കണേ അല്ലാഹ് എന്നാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിനു മുമ്പായി എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, മക്കളുടെ വിഷയത്തിൽ മാതാപിതാക്കൾ ഈ 3 കാര്യം ചെയ്തു കൊടുത്താൽ, ഒരു വാപ്പയും ഉമ്മയും മക്കൾക്ക് ഈ 3 കാര്യം ചെയ്തു കൊടുത്താൽ മക്കൾ ഉറപ്പായി നന്നാവുന്നതാണ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. അതിൽ ഒന്നാമതായി നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടിയുള്ളത്? പേര് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. അല്ലാഹുവേ, എന്റെ മകൻ അബ്ദുറഹ്മാൻ, എന്റെ മകൻ സയ്യിദ്, എന്റെ മകൻ മുഹമ്മദ്, അല്ലാഹുവേ ആ മകന് നീ സർവ്വ ഐശ്വര്യങ്ങളും നൽകണേ അല്ലാഹ്. ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവ് ദുആ ചെയ്യുമ്പോൾ ആ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ആ മകൻ വലിയ ഉയർച്ചയിലെത്തുന്നതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ പേര് പറഞ്ഞുകൊണ്ട് നമ്മളെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇന്ന മകനെ നീ നന്നാക്കണേ അല്ലാഹ്, അവന് സമ്പത്ത് നൽകണേ അല്ലാഹ്, അവന് ഐശ്വര്യം നൽകണേ അല്ലാഹ്, അവന്റെ രോഗം ശിഫയാക്കണേ അല്ലാഹ് എന്ന് നിങ്ങൾ ആ മകന് വേണ്ടി പേര് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ ആ മകൻ ഇൻഷാ അല്ലാഹ് ഉന്നതിയിലെത്തും. രണ്ടാമതായി അവർക്ക് അദബ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, മര്യാദ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എല്ലാ മേഖലയിലും. മോനെ, ഇത് ഗുരുവര്യനാണ്, ഇത് ഉസ്താദാണ്, ഇത് വാപ്പയുടെ ജ്യേഷ്ഠനാണ്, ഉമ്മയുടെ സഹോദരിയാണ്, സഹോദരനാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിനക്ക് മുതിർന്നവർ നീ ബഹുമാനിക്കണം. അതുപോലെ അദബുകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഒരു ഭാഗത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ മര്യാദകളുടെ കുട്ടിയായി മാറണം എന്നൊക്കെ നമ്മൾ നല്ലവണ്ണം അദബ് പഠിപ്പിക്കണം. അല്ലാഹുവിന്റെ ദീനിന് അദബിന് വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. അപ്പോ മാതാപിതാക്കള് മക്കളെ അദബ് പഠിപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് അവർ ഉയർന്ന പദവിയിലെത്തുന്നതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറയുകയാണ്, മാതാപിതാക്കൾക്ക് മക്കളോട് ചെയ്യേണ്ട കടമ അവർക്ക് ഒന്ന് അദബ് പഠിപ്പിച്ചു കൊടുക്കലാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയണം, നമ്മളെ മക്കളെ മര്യാദ പഠിപ്പിക്കണേ. അതുപോലെ തന്നെ 3ാമത്തെ കാര്യം, നിങ്ങൾ മക്കൾക്ക് അല്ലാഹുവിനെയും റസൂലിനെയും കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം. സച്ചരിതരായ മഹാന്മാരെ കുറിച്ച് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അത് എവിടെയാണോ അല്ലാഹുവിനെ റസൂലിനെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങൾ, എവിടെയാണോ അത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ, എവിടെയാണോ ആ പഠനത്തിൽ വിശാലത നൽകുന്ന സ്ഥലങ്ങൾ, അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ മാതാപിതാക്കൾ അവർക്ക് പ്രവാചകന്മാരുടെ ചരിത്രം, അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം, സച്ചരിതരായ മനുഷ്യന്മാരുടെ ചരിത്രമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതൊക്കെ നമ്മുടെ മക്കൾ വിജയത്തിലേക്ക് എത്താൻ ഒരു കാരണമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ മക്കൾ മാതാപിതാക്കൾ പറയുന്നത് കേട്ട് അനുസരിച്ച് പഠിച്ച് നല്ല മക്കളാകണം എന്നാണ്, അല്ലേ? മക്കൾ അദബുള്ളവരാകണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവുകയില്ല. നമ്മുടെ മക്കൾക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് മദ്രസകൾ തുറക്കാറായി തുച്ഛമായ ദിവസം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സ്കൂൾ തുറക്കാറായാലും
മദ്രസ ഇപ്പോൾ തുറക്കാറായി വരികയാണ്. ഇനി സ്കൂൾ ഇൻഷാ അല്ലാഹ് 2 മാസം കഴിഞ്ഞ് സ്കൂൾ തുറക്കും. പക്ഷെ അതിനു മുമ്പായി നമ്മുടെ മക്കൾക്ക് മദ്രസ തുറക്കാറായി. തുച്ഛമായ ദിവസമാണുള്ളത്. ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹുവിന്റെ ഇസ്മായ ഈ പറയാൻ പോകുന്ന ഇസ്മിനെ പത്തിരിയിൽ മന്ത്രിച്ചു കൊടുത്താൽ നിങ്ങളുടെ മക്കൾ പഠിപ്പിൽ അവർ ഉയർച്ചയിലെത്തുന്നതാണ്, നല്ലതുപോലെ പഠിക്കുന്നതാണ്. അത് മാത്രമല്ല അവർക്ക് വലിയ വിജയമുണ്ടാകുന്നതാണ്. മഹാനായ യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാഹ് മഹാനവരുടെ അടുക്കൽ പല ആളുകളും വന്ന് അവരുടെ സങ്കടം പരാതികളും പറയാറുണ്ട്. വലിയ സൂഫിയായ മനുഷ്യനാണ്, വലിയ പണ്ഡിതനായ മനുഷ്യനാണ്. അങ്ങനെ ഇരിക്കെ ഒരാൾ വന്ന് തങ്ങളോട് പരാതി പറയുകയാണ്, അല്ലാഹു എനിക്ക് തന്നതൊരു മകനെയാണ്, പക്ഷേ അവൻ പഠിത്തത്തിൽ പിറകോട്ടാണ്, അവൻ വളരെ അലസതയുള്ളവനാണ്, മടിയനാണ്, അവരൊട്ടും പഠിക്കുകയില്ല, അവനിക്ക് പഠിക്കുന്നതൊന്നും മനസ്സിലാക്കുന്നതുമില്ല, അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ കളിച്ചും ചിരിച്ചും ഓരോ ദിവസം തള്ളിക്കളയുകയാണ്. ഇങ്ങനെ അവന്റെ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകുമ്പോൾ എനിക്കത് കാണുമ്പോൾ വല്ലാത്ത വിഷമമാണ്, വല്ലാത്ത പ്രയാസമാണ്. അവരത് പഠിച്ചു കിട്ടിയെങ്കിൽ, അവർക്ക് വിദ്യാഭ്യാസമുള്ളവനായിരുന്നെങ്കിൽ അതെനിക്ക് വലിയ ഇഷ്ടമാണ്. യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറയുകയാണ്, നിന്റെ മകന് ബുദ്ധിയല്ലേ വേണ്ടിയുള്ളത്, നല്ല ബുദ്ധിയല്ലേ വേണ്ടിയുള്ളത്, നിന്റെ മകന് നല്ല ഉച്ചാറും ഉന്മേഷവും ആവേശവും അല്ലേ വേണ്ടിയുള്ളത്. നിന്റെ വീട്ടിൽ കടന്നു എന്നിട്ട് നിന്റെ വീട്ടിലുള്ള പത്തിരി കൃഷ്ണത്തിൽ യാ മുഹ്സി യാ അല്ലാഹ് 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 എന്ന അല്ലാഹുവിന്റെ മഹത്തായ ഈ നാമം മന്ത്രിച്ചു കൊടുക്കുക. ഈ നാമത്തിന് വലിയ മഹത്വമുണ്ട്. അങ്ങനെ നീ മന്ത്രിച്ചു കൊടുത്താൽ നിനക്ക് എത്ര ദിവസമാണ് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റുന്നത്, അത്രയും ദിവസം നീ മന്ത്രിച്ചു കൊടുക്കുക. അങ്ങനെ ആ വന്ന സ്ത്രീ വീട്ടിൽ പോയി 1 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് തങ്ങളോട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്, എന്തൊരത്ഭുതമാണ് തങ്ങളെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ദിവസവും പത്തിരി ഉണ്ടാക്കി അതിൽ ഈ പറഞ്ഞ ഇസ്മ മന്ത്രിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ എന്റെ മകൻ നല്ല ബുദ്ധിയുള്ളവനാണ്, നല്ലവണ്ണം പഠിക്കുന്നവനാണ്, നല്ല ചിന്തയുള്ളവനാണ്. ഇന്ന് അവൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് പോലും ഞാൻ ഉത്തരം പൊട്ടിപ്പോവുകയാണ്. അത്രയ്ക്ക് ബുദ്ധി എന്റെ മകൻ അല്ലാഹു നൽകപ്പെട്ടു. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ആ സ്ത്രീ മഹാനവറുകളോട് പറയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ വീട്ടിൽ ചെന്ന് എല്ലാ ദിവസവും അല്പം പത്തിരി എടുത്ത് യാ മുഹ്സി യാ അല്ലാഹ് എന്ന് മന്ത്രിച്ചു കൊടുത്തപ്പോൾ എന്റെ മകന് നല്ല ബുദ്ധിയുള്ളവനായി, നല്ല ആവേശമുള്ളവനായി, നല്ല ഉന്മേഷമുള്ളവനായി, പഠിക്കാൻ നല്ല ഉന്മേഷവും അല്ലാഹു നൽകപ്പെട്ടു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ മക്കൾക്ക് മദ്രസ തുറക്കുമ്പോഴും സ്കൂൾ തുറക്കുമ്പോഴും എല്ലാം നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കി, ഇൻഷാ അല്ലാഹ് വലിയ വിജയം നിങ്ങളെ മക്കൾക്കുണ്ടാകുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെല്ലാം നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്, നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. ഇതെല്ലാം ഇരുലോക വിജയികളെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. റബ്ബേ, നീ ഞങ്ങൾക്ക് തന്ന ഞങ്ങളെ മക്കള് അല്ലാഹുവേ അവരാലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടിനും നാട്ടുകാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് നല്ല വിജയം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, വേദനകളിൽ നിന്നെല്ലാം ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നീ കാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദിനാ വലിമശായിഖിനാ ولأساتذتنا ولأحبابنا ولشائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له وقنا علينا ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت أرحم الراحمين. അല്ലാഹുവേ, പ്രപഞ്ചസിദ്ധാവായ പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മാഫ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണേ അല്ലാഹ്.
ഞങ്ങളെ ഭവനങ്ങളിൽ പണി നടക്കുന്ന പെട്ടെന്ന് പണി പൂർത്തിയാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സർവ്വവിധ ആപത്ത് മുസീബത്ത് അടങ്ങേറുന്നവരെയും നിങ്ങളെയും കാക്കണേ അല്ലാ. പടച്ചവനെ എത്രയോ മക്കൾ വിവാഹപ്രായത്തിൽ നിൽക്കുന്നു, സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാ. റബ്ബേ പടച്ചവനെ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. ഞങ്ങളെ കച്ചവടത്തിൽ ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങളുടെ തൊഴിലെല്ലാം ബർക്കത്ത് നിലനിർത്തണേ അല്ലാ. ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാ. കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളുടെ സഹോദരങ്ങൾ വിദേശ രാജ്യങ്ങളിലാണ്, സർവ്വവിധ ഐശ്വര്യങ്ങൾ നൽകണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടത്തിൽ ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങളുടെ തൊഴിലെല്ലാം നീ ബർക്കത്ത് ധാരാളം നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.